അതിരാവിലെ കാർത്തിക്കായിരുന്നു ആദ്യം ഉറക്കം എഴുന്നേറ്റത്. രാവിലെ ജോഗിങ്ങിന് പോകുന്ന ഒരു ശീലമുണ്ടവന്. ഉറക്കം എഴുന്നേറ്റ് പാടെ അവൻ്റെ നോട്ടം പോയത് തൊട്ടടുത്ത് കിടക്കുന്ന ഭൂമിയിലേക്കായിരുന്നു. കണ്ണുകൾ അടച്ച് സുഖമായി കിടക്കുന്നവളെ കാണെ അവൻ്റെ മനസ്സിലും ഒരു കുളിര് പടർന്നു. വേഗം ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായിട്ട് അവൻ താഴേക്കിറങ്ങി. സമയം ഏകദേശം 5 മണി ആയതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇരുട്ട് പൂർണ്ണമായും വിട്ടുമാറാത്ത അന്തരീക്ഷമാണ് ചുറ്റിനും. ഡിസംബർ മാസം ആയതിനാൽ തന്നെ മഞ്ഞുതുള്ളികൾ ചാറ്റൽ മഴ പോലെ വീഴുന്നുണ്ട്. അതൊന്നും വകവയ്ക്കാതെ അവൻ ഏറെ ദൂരം മുന്നോട്ട് നടന്നു. ശേഷം തിരികെ വീട്ടിലെത്തുമ്പോഴേക്കും ഭൂമി ബെഡിൽ പഴയതുപോലെ തന്നെ സുഖമായി ഉറങ്ങുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞ് കാർത്തിക് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന നേരത്ത് ഭൂമി ഉണർന്നിരിക്കുന്നത് അവൻ കണ്ടു. കട്ടിൽപ്പടിയിൽ ചാരിയാണ് ഇരിക്കുന്നത്. കാർത്തിക് ഒന്നവളെ നോക്കിയെങ്കിലും അത്ര സുഖമല്ലാത്ത രീതിയിലാണ് അവളുടെ മുഖഭാവം. എന്തു പറ്റിയെന്ന് ചോദിക്കണമെന്ന് മനസ്സിലുണ്ടായിരുന്നെങ്കിൽ പോലും എന്തോ ഒരു കാര്യം അവനെ പിന്നോട്ട് വലിച്ചു. അവൻ അത്യാവശ്യമായിട്ട് 1-2 കോളുകൾ ചെയ്യേണ്ടതിനാൽ കാർത്തി ബാൽക്കണിയിലേക്ക് ഇറങ്ങി. ഫോൺ വിളിയൊക്കെ കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ഭൂമി ആ ഇരിപ്പ് തന്നെ ഇരുന്നു. മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങിയ നേരത്താണ് അവൾ പിന്നിൽ നിന്ന് കാർത്തിയെ വിളിച്ചത്. സർ. വാതിൽക്ക് നിന്നുകൊണ്ട് തന്നെ കാർത്തി അവളെ തിരിഞ്ഞു നോക്കി. എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം. തല കുനിച്ച് പതിഞ്ഞ ശബ്ദത്തിൽ ഭൂമി അത് പറയുമ്പോൾ കാർത്തിക്കിനൊരു വല്ലായ്മ തോന്നി. ഇത്ര നേരവും അത്ര സുഖത്തിലല്ലായിരുന്ന അവളുടെ മുഖഭാവം തന്നോട് പറയാതെ പറഞ്ഞത് ഇതായിരുന്നു. അവൻ മനസ്സിലോർത്തു. സോറി, ഞാൻ അതിനെക്കുറിച്ച് ഓർത്തില്ല. തനിക്കെന്നോട് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? കാർത്തി ഭൂമിയെ കൈകളെ കോരിയെടുത്തുകൊണ്ട് നേരെ ബാത്റൂമിൻ്റെ വാതിൽക്ക് കൊണ്ടു നിർത്തി. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം, കഴിയുമ്പോൾ പറഞ്ഞാൽ മതി. കാർത്തി ആ പറഞ്ഞതിന് മറുപടിയൊന്നും തന്നെ പറയാതെ ഭൂമി ബാത്റൂമിൽ കയറി വാതിലടയ്ക്കുമ്പോൾ കാർത്തിയുടെ മുഖം വല്ലാതായി. നേരം ഏറെ കഴിഞ്ഞിട്ടും ഭൂമി വാതിൽ തുറക്കാതായതോടെ അവളെ ഒന്ന് വിളിക്കാൻ നോക്കാൻ തോന്നിയെങ്കിലും അവൻ ആ ശ്രമം ഉപേക്ഷിച്ചു. കുറച്ചു കഴിഞ്ഞവൻ കാണുന്നത് റൂമിന് പുറത്തേക്ക് ഭിത്തിയിൽ പിടിച്ച് കാല് നിലത്ത് കുത്തി നടക്കാൻ ശ്രമിക്കുന്ന ഭൂമിയെയാണ്. മുറിഞ്ഞ കാൽ നിലത്ത് കുത്തിയതിൻ്റെ ബലമായി കാൽപാദത്തിൻ്റെ ആകൃതിയിൽ രക്തം പടർന്നു നിന്നു. വെള്ള ടൈലിൽ തെളിഞ്ഞു നിന്ന ചുവപ്പ് കാണിക്കെ കാർത്തിയുടെ മുഖം ചുളിഞ്ഞു. ഞാൻ പറഞ്ഞതല്ലേ എന്നെ വിളിക്കണമെന്ന്. പറഞ്ഞാൽ ഇയാൾക്ക് ഒട്ടും മനസ്സിലാവില്ലേ ഭൂമി? അല്പം ദേഷ്യത്തിൽ ഭൂമിക്കരികിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് കാർത്തി പറഞ്ഞു. ഞാൻ കരുതി സാറ് താഴേക്ക് പോയി കാണുമെന്ന്. വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങി പോവോ? അവൻ്റെ ശബ്ദം വീണ്ടും കനത്തു. ഭൂമി മറുപടി ഇല്ലാണ്ട് നിന്നു. ഇങ്ങനൊരു തലതെറിച്ച പെണ്ണ്. ചുണ്ടിനടിയിൽ വെച്ച് അത് പിറുപിറുത്തുകൊണ്ട് കാർത്തി അവളെ ബെഡിലേക്ക് പിടിച്ചിരുത്തി. ഇവിടെ ഇരുന്നാൽ മതി, 2-3 ദിവസത്തേക്ക് കാല് നിലത്ത് കുത്തരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതല്ല, ഭൂമിക്കിനി കാല് കുത്തിയേ തീരുമെന്നാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദിവസത്തിൻ്റെ എണ്ണം കൂടും. അടുത്ത സെമസ്റ്റർ എക്സാമിന് ഇനി കഷ്ടിച്ച് 2 മാസം കൂടിയുള്ളൂ. അതൊക്കെ ഓർമ്മയുണ്ടാവണം. അതിനു മറുപടിയായി ഭൂമി ഒന്ന് ചിരിച്ചെങ്കിലും അത് ശ്രദ്ധിക്കാതെ കാർത്തി താഴേക്ക് നടന്നു. അവൻ താഴെ ചെന്ന് 5 മിനിറ്റിനുള്ളിൽ ഭൂമിക്ക് ഭക്ഷണവുമായി സുഭദ്ര റൂമിലേക്ക് വന്നു. പ്ലേറ്റിലെ ഭക്ഷണം ഭൂമിയുടെ കയ്യിലേക്ക് കൊടുത്ത് അവർ കട്ടിലിനൊരറ്റത്തിരുന്നു. കാർത്തി പിന്നീട് വഴക്കെന്തെങ്കിലും പറഞ്ഞോ മോളെ? ഇല്ലമ്മേ, സാർ എന്നോടൊന്നും പറഞ്ഞില്ല. രാവിലെ വാഷ്റൂമിലേക്ക് പോകാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു. ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്കാണ് ഭൂമി അതൊക്കെ പറയുന്നെങ്കിലും സുഭദ്രയുടെ മുഖത്ത് നേരത്തെ ഒരു പുഞ്ചിരി വിടർന്നു. അത് പക്ഷേ ഭൂമി കണ്ടില്ലെന്നു മാത്രം. അന്ന് വൈകുന്നേരം ഭൂമിയും കൊണ്ട് കാർത്തി ആശുപത്രിയിൽ പോയി. അവളുടെ മുറിവെല്ലാം ഡ്രസ് ചെയ്യിച്ചു. ഇടയ്ക്ക് അവളുടെ ചുളിയുന്ന മുഖം കണ്ടപ്പോൾ അവന് സങ്കടം തോന്നി. ഭൂമിക്ക് നല്ല വേദനയുണ്ടെന്ന് മനസ്സിലായി. അവൻ അവളുടെ അരികിലേക്ക് വന്ന് നിന്നപ്പോൾ ഭൂമി അവൻ്റെ വലം കൈയിൽ തൻ്റെ കൈ ചേർത്ത് പിടിച്ചു. കുറച്ച് സമയം അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത ശേഷമാണ് ഇരുവരും മടങ്ങിപ്പോന്നത്. തനിക്ക് ജ്യൂസ് എന്തെങ്കിലും വേണോ ഭൂമി? വേണ്ട സർ. അവൾ പതിയെ ചുണ്ടനക്കി. അവർ വീട്ടിലേക്ക് വന്നപ്പോഴാണ് കാണുന്നത് ലിവിംഗ് റൂമിലിരിക്കുന്ന ഭാമയെയും ഉണ്ണികൃഷ്ണനെയും ഭൂമിയുടെ അനിയത്തിയെയും. ഭൂമിക്ക് അവരെ കണ്ട മാത്രമേ തന്നെ ഓടി അടുത്തേക്ക് ചെല്ലണമെന്ന് തോന്നിയെങ്കിലും
എന്തൊക്കെയോ ഓർമ്മകൾ അവളെ പിന്നിലേക്ക് വലിച്ചു. അതിൽ പ്രധാനമായുള്ളത് കാർത്തിക്കുമായുള്ള വിവാഹത്തിന് ഭൂമിയെ ഇമോഷണലി തളർത്തുന്ന പോലെയുള്ള സംസാരങ്ങൾ അവളുടെ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായതാണ്. സുഭദ്രയ്ക്ക് മനസ്സിലായിരുന്നു അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവരെ പരസ്പരം സംസാരിക്കാൻ വിട്ടുകൊണ്ട് സുഭദ്ര അടുക്കളയിലേക്ക് നടന്നു. അവരെ എല്ലാം നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കാർത്തിക് മുറിയിലേക്ക് വന്നു. ആ വലിയ ഹോളിൽ അവർ 4 പേര് മാത്രമായി. മോളെ, ചിലമ്പിച്ചു പോയ ഭാമിയുടെ സ്വരം. ഭൂമി കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. മോള്, ഈ അമ്മയോട് ക്ഷമിക്കണം. അപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നെക്കൊണ്ട് ഈ വിവാഹത്തിന് സമ്മതം വിളിക്കാനാണ് ഞങ്ങൾക്കത് തോന്നിയത്. ഇപ്പോൾ അത് ഞങ്ങളുടെ മകളോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് തോന്നുന്നു. ഭാമി ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് ചെറിയൊരു സംശയം തോന്നിയതും അത് പറയും മുമ്പേ ഭൂമി അവരെ തടഞ്ഞു. എന്തായാലും ഞാൻ സാറിനെ വിവാഹം ചെയ്തു. കുറച്ച് സമയമെടുക്കും ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ. ഞാനിപ്പോൾ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് അമ്മയോടും അച്ഛനോടും യാതൊരുവിധ ദേഷ്യവുമില്ല. ഇടറിയ സ്വരത്തോടെ ഭൂമി അത് പറഞ്ഞുകൊണ്ട് അവളുടെ അനിയത്തിയുടെ അടുത്തേക്കിരുന്നു. നന്നായി പഠിക്കണം കേട്ടോ. ചേച്ചി വീട്ടിലില്ലെന്ന് കരുതി ഉഴപ്പാൻ നിൽക്കരുത്. കേട്ടി ചേച്ചി, ഞാൻ നന്നായി പഠിച്ചോളാം. ഭൂമി അവളുടെ നെറ്റിയിൽ ഒന്ന് തഴുകി അവിടേക്ക് ചുണ്ട് ചേർത്തു. അന്നൊരു ദിവസം അവിടെ തങ്ങിയിട്ട് പിറ്റേ ദിവസമാണ് ഭൂമിയുടെ അച്ഛനും അമ്മയും അനിയത്തിയും ഒക്കെ തിരികെ പോയത്. 2-3 ദിവസം കൊണ്ട് തന്നെ ഭൂമിയുടെ കാലിലെ മുറിവെല്ലാം മാറിയിരുന്നു. അവൾക്ക് പഴയതുപോലെ നടക്കാനും ഓടാനും ഒക്കെ സാധിക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടെങ്കിൽ മാത്രം കാർത്തി സംസാരിക്കും അവളോട്. അല്ലാത്ത പക്ഷം ഭൂമി എന്നൊരാൾ ആ റൂമിലുണ്ടെന്ന് പോലും ചിന്തിക്കാതെയാണ് കാർത്തിയുടെ പെരുമാറ്റം. വിവാഹം കഴിഞ്ഞിട്ട് ആഴ്ചയൊന്ന് കഴിഞ്ഞിരുന്നു. അന്ന് വൈകിട്ട് ഡൈനിങ് ഹാളിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുവാണ് സുഭദ്ര. അവർക്കടുത്തേക്ക് ഭൂമി വന്നു. എന്താ മോളെ? അമ്മേ, നാളെ തിങ്കളാഴ്ചയല്ലേ? കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. നാളെ മുതൽ കോളേജിൽ പോയി തുടങ്ങാമെന്ന് ഞാൻ കരുതുന്നു. അത് നല്ലതാ മോളെ. അധികം ക്ലാസ് കളയുന്നത് അത്ര നല്ലതല്ല. എക്സാമൊക്കെ വരാൻ പോവല്ലേ? നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിക്കണം. അല്ലാതെ വിവാഹം കഴിഞ്ഞതുകൊണ്ട് എവിടെയും തോറ്റുപോകാൻ പാടില്ല. സുഭദ്രയുടെ വാക്കുകൾ ഭൂമിക്ക് നൽകുന്ന ആത്മവിശ്വാസം അത് ചെറുതല്ലായിരുന്നു. കാർത്തി രാവിലെ 8 മണിയാകുമ്പോഴാണ് കോളേജിലേക്ക് പോകുന്നത്. നാളെ മുതലേ മോൾക്കും അവൻ്റെ ഒപ്പം പോകാം. കാര്യം ബസ്സിൽ 15 മിനിറ്റ് യാത്രയുള്ളെങ്കിലും രാവിലത്തെ തിരക്കിനിടയിൽ ഇടിച്ചു കുത്തി പോകുന്നതിലും നല്ലത് അവനൊപ്പം കാറിൽ പോകുന്നതാണ്. വിവാഹത്തിനോടനുബന്ധിച്ച് കാർത്തിയും ഒരാഴ്ചയെ ലീവായിരുന്നു. അവൻ ലീവ് എടുത്തതിന് പ്രധാന കാരണം അവന് അനുപമയെ ഫേസ് ചെയ്യാൻ കഴിയില്ല. അതുമാത്രമല്ല, കൂടെ വർക്ക് ചെയ്യുന്ന മറ്റ് സാർമാരുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. അതൊക്കെയായിരുന്നു കാർത്തിയുടെ പ്രശ്നങ്ങൾ. എന്നാൽ ഇനി ലീവിൽ തുടരാൻ കഴിയില്ലെന്ന് പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തു നിന്നും ഇമെയിൽ വന്നതോടെ കാർത്തിക്കും വല്ലാത്തൊരവസ്ഥയിലായി. അന്ന് വൈകിട്ട് റൂമിലിരുന്ന് ഭൂമി നാളത്തേക്കുള്ള ബുക്കുകളെല്ലാം അടുക്കി വെക്കുന്ന നേരത്താണ് എവിടെയോ പോയിട്ട് കാർത്തി വന്നത്. അവൾ കാർത്തീനെ ഒന്ന് നോക്കിയെങ്കിലും ഒരു നോട്ടം കൊണ്ടുപോലും അവൻ അവളെ കടാക്ഷിച്ചില്ല. അവൻ നേരെ ബാത്തവലും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് പോയി. ഭൂമിയുടെ സുഹൃത്ത് സുമയ്യ വരാതിരുന്ന ദിവസത്തെ നോട്ടുകളും മറ്റു കാര്യങ്ങളുമൊക്കെ അവൾക്ക് അയച്ചു കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഭൂമി ഒന്ന് പകൽ മുഴുവൻ ഇരുന്ന് അതെല്ലാം എഴുതി തീർത്തു. പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കാർത്തി കുളിച്ച് വസ്ത്രമെല്ലാം മാറി തിരികെ ബാത്റൂമിൽ നിന്ന് വന്നത്. അപ്പോഴേക്കും ഭൂമിയുടെ പഠിത്തമെല്ലാം കഴിഞ്ഞു. സർ, ഞാൻ നാളെ മുതൽ കോളേജ് വീണ്ടും പോയി തുടങ്ങുവാണ്. അതെന്തിനാണ് എന്നോട് പറയുന്നത്? തനിക്ക് പോകണമെങ്കിൽ താൻ പോയിക്കോളൂ. ഇത്രയും നാൾ താൻ കോളേജിൽ പോയത് എന്നോട് അനുവാദം മേടിച്ചിട്ടാണോ? അല്ലല്ലോ. സോ ഇനിയും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. മുൻപത്തെ പോലെയാണോ സാർ ഞാനിപ്പോൾ? മുമ്പ് ഞാൻ ഉണ്ണികൃഷ്ണൻ്റെ മകൾ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോഴങ്ങനാണോ? സാറിൻ്റെ പൂർണ്ണ സമ്മതത്തോടെ അല്ലെങ്കിൽ പോലും നമ്മളിപ്പോൾ ഭാര്യാഭർത്താക്കന്മാരാണ്. അതുകൊണ്ട് തന്നെ എന്ത് ഡിസിഷൻ ഞാൻ എടുക്കുമ്പോഴും സാറിനോട് പറയേണ്ട ഒരു കടമ എനിക്കുണ്ട്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിതൊന്ന് പറഞ്ഞത്. അതും പറഞ്ഞുകൊണ്ട് ഭൂമി പഠിച്ചുകൊണ്ടിരുന്ന മേശപ്പുറം ഒതുക്കി താഴെ ഹോളിലേക്ക് പോയി. സുഭദ്ര TV കണ്ടിരിക്കുകയാണ്.
ഭൂമി അവർക്ക് അടുത്തി ചെന്നിരുന്നു. കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചോ? മോളെ, നാളെ മോള് കോളേജിൽ ചെല്ലുമ്പോൾ ചിലരുടെ ഭാഗത്തു നിന്നെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള കളിയാക്കലൊക്കെ കേൾക്കേണ്ടി വരും. കാരണം അങ്ങനൊരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ വിവാഹം നടന്നത്. അതുകൊണ്ട് അമ്മ പറയുകയാണ്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള മറുപടി കൊടുക്കുക. അല്ലാതെ അതോർത്ത് വിഷമിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ നമുക്ക് ജീവിതത്തിൽ ഒന്നും കിട്ടാനില്ല. ശരിയമ്മേ, അമ്മ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്ദു ഭക്ഷണമെല്ലാം ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. മോള് പോയി എടുത്ത് കഴിക്ക്. ഇവിടെ എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഒരുമിച്ച് വരണമെങ്കിൽ കാർത്തിയുടെ അച്ഛൻ നാട്ടി വരണം. അച്ഛൻ നാട്ടി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും സമയാസമയത്ത് വന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ഒരു നെടുവീർപ്പോടെ അവർ പഴയ കാര്യങ്ങൾ ഓരോന്നോർത്തു. പതിവ് പോലെ കാർത്തിയും ഭൂമിയും പരസ്പരം സംസാരിക്കാതെ ആ ഒരു രാത്രിയും കടന്നുപോയി. 5:30 അലാം കേട്ട് ഭൂമി ഉണരുമ്പോൾ തൊട്ടരികിൽ കാർത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത്, രാവിലെ കാർത്തി ജോഗിങ്ങിന് പോകുന്ന ശീലമുണ്ടെന്ന്. അല്പസമയം ബെഡിൽ തന്നെ ഇരുന്ന് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചു. ശേഷം ബാത്റൂമിൽ പോയി മുഖമൊക്കെ ഒന്ന് കഴുകി വന്നു. അതും കഴിഞ്ഞ് ബുക്കെടുത്ത് പഠിക്കാനായി ഇരുന്നു. അപ്പോഴേക്കും കാർത്തി എത്തി. ഇവിടെ നിന്ന് 5 മിനിറ്റ് മുൻപോട്ട് നടന്നാൽ ഒരു ബസ് സ്റ്റോപ്പുണ്ട്. അവിടുന്ന് കോളേജിലേക്കുള്ള ബസ് കിട്ടും. അവളുടെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് കാർത്തി ആരോടുന്നല്ലാതെ പറഞ്ഞു. അവൾക്ക് മനസ്സിലായി തന്നെ ഒപ്പം കൊണ്ടുപോകാൻ കാർത്തിക്ക് താല്പര്യമില്ലെന്ന്. അതുകൊണ്ടാണ് ബസ്സിൽ വരാൻ പറയാതെ പറഞ്ഞതെന്നും. അതിനു മറുപടി എന്നുപോലെ അവളൊന്ന് തലകുലുക്കി. രാവിലെ കാർത്തി കോളേജിൽ പോകാൻ റെഡിയായി ഒരുങ്ങിയിറങ്ങി താഴ്ചന്ന് ഭക്ഷണം കഴിച്ചു. അതും കഴിഞ്ഞവൻ കാറെടുക്കാൻ പോകുന്ന സമയത്ത് സുഭദ്ര ഓടിച്ചെന്ന് അവൻ്റെ അടുത്തേക്ക്. മോളെവിടെ? ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന കാർത്തിയെ നോക്കി അവൻ ചോദിച്ചു. അവൾ റെഡിയാവുന്നു. അത്ര താല്പര്യമില്ലാത്ത രീതിയിൽ കാർത്തി മറുപടി പറഞ്ഞു. അവൾ റെഡിയായിക്കൊണ്ടിരിക്കുവാണെങ്കിൽ നിനക്ക് 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തൂടെ? നീ എല്ലാ ദിവസവും 8 മണിക്കല്ലേ കോളേജിലേക്ക് പോകുന്നത്? ഇന്നെന്താ 15 മിനിറ്റ് നേരത്തെ നീ പോണേ? അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. ഇതുവരെ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അക്ഷരം പ്രതി അനുസരിച്ചില്ലേ? ഇനിയെങ്കിലും എന്നെ എൻ്റെ വഴിക്ക് വിട്. ദേഷ്യത്തിൽ കാർത്തി പറഞ്ഞു. എന്തിനാണ് കാർത്തി നീ എന്നോട് ആവശ്യമില്ലാതെ ഇത്രയും ചെറിയ കാര്യത്തിന് ദേഷ്യപ്പെടുന്നത്? ഞാൻ മോളെ നിൻ്റെ കൂടെ ഒന്ന് കൊണ്ടുപോകാനല്ലേ പറഞ്ഞുള്ളൂ. എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് ഞാനും പറഞ്ഞത്. കാർത്തിയുടെ ശബ്ദം വല്ലാണ്ട് ഉയർന്നു. എന്തുകൊണ്ട് പറ്റില്ലെന്നാടാ ഞാൻ ചോദിക്കുന്നത്? എന്തായാലും നീ ഇന്ന് ഭൂമിയുടെ കൂടെ കോളേജിൽ പോകുള്ളൂ. ഞാൻ നിൻ്റെ അമ്മയാണ്. നിൻ്റെ എല്ലാ സാമർഥ്യവും അംഗീകരിച്ചു തരാൻ എന്തായാലും എന്നെക്കൊണ്ട് പറ്റില്ല. മാത്രമല്ല, ഞാൻ ഇന്നലെ രാത്രിയിൽ അവൾക്ക് വാക്ക് കൊടുത്തതാണ് ഇന്ന് കോളേജിൽ നിനക്കൊപ്പം പോകാമെന്ന്. നിവർത്തിയില്ലാതെ കാർത്തി വണ്ടി നിർത്തിയിട്ടു. പെട്ടെന്ന് സുഭദ്ര മുകളിലേക്ക് കയറി ചെന്നു. ആ സമയം കോളേജിലേക്ക് പോകാനായി റെഡിയായി ഇറങ്ങി വരുവാണ് ഭൂമി. എന്തായാലും മോള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതല്ലേ? ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മുഴുവൻ കഴിച്ചോണം കേട്ടോ. കാർത്തി അവിടെ കാറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മോള് വേഗം ഭക്ഷണം എടുത്ത് അവൻ്റെ കൂടെ പൊയ്ക്കോ. അത് വേണ്ടമ്മേ, സാറിനോട് റൂമിൽ വെച്ച് പറഞ്ഞായിരുന്നു ബസ്സിൽ പോകണമെന്ന്. ബസ്സിൽ പോകുന്നത് എന്തിനാ? അവൻ്റെ കാറും ആ കോളേജിലേക്ക് തന്നെയല്ലേ പോകുന്നത്? ഇവിടെ ഒരു വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ എന്താണ് പ്രശ്നം? സുഭദ്രയുടെ നിർബന്ധം സഹിക്കവയ്യാതെ കാർത്തിക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും അവൾ കാർത്തിയുടെ കാറിൽ കയറി. പിന്നിലേക്ക് കയറാൻ തുടങ്ങിയവളെ സുഭദ്ര നിർബന്ധിച്ച് തന്നെ മുൻപിൽ കയറ്റി. ഇവൻ നിന്റെ ഡ്രൈവറല്ല, നീ അവൻ്റെ ഭാര്യയുമാണ്. അതുകൊണ്ട് അവനൊപ്പം കാറിൻ്റെ മുൻസീറ്റിലിരുന്ന് നീ പോയാൽ മതി. അങ്ങനെ പോയെന്ന് കരുതി ആകാശം ഒന്നൊടിഞ്ഞ് വീഴില്ല കേട്ടോ. വളരെ സ്നേഹത്തോടെ ഭൂമിയെ താക്കീത് ചെയ്തിട്ടാണ് സുഭദ്ര അവളെ കോളേജിലേക്ക് അയച്ചത്. ഭൂമി കാറിലേക്ക് കയറിയപ്പോൾ തന്നെ കാർത്തികിൻ്റെ മുഖം ഒരു കൊട്ടയായി. ഭൂമി അത് കണ്ടെങ്കിലും കാണാത്ത പോലെ മുഖം ഒരു വശത്തേക്ക് ചെരിച്ചുകൊണ്ടിരുന്നു. അനുപമയ്ക്ക് നേരിട്ടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് 15 മിനിറ്റ് മുമ്പേ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഭൂമിയെ കൊണ്ട് അനുപമയുടെ അടുത്തേക്ക് പോകാൻ കഴിയില്ല. അതവൾക്ക് ദേഷ്യം കൂട്ടുകയുള്ളൂ. കാർത്തിക്കിന് തൻ്റെ ചുറ്റുമുള്ള എല്ലാവരോടും പക തോന്നി. കാർത്തിക്കിൻ്റെ വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ അനുപമ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് അവന് ഓർമ്മ വന്നു. അതുകൊണ്ട് തന്നെ അവൻ കാർ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് അടുത്തു. അവിടെ അക്ഷമയോടെ നിൽക്കുവാണ് അനു. അനുപമയെ പെട്ടെന്നവിടെ കണ്ടതും ഭൂമിയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു. കോളേജിൽ കുട്ടികൾക്കിടയിൽ കേട്ടുകേൾവിയുള്ളൊരു സംസാരമുണ്ട്. അനുപമ ടീച്ചറിന് സാറിനോട് പ്രേമമാണെന്ന്. ഭൂമിക്ക് ആ നിമിഷം ഓർമ്മ വന്നതും അതായിരുന്നു.
കാർ അനുപമയുടെ അടുത്ത് കൊണ്ടുവന്ന് കാർത്തി നിർത്തിയ സമയം ഭൂമിയുടെ മിഴികൾ അറിയാതെ കാർത്തിയെ നോക്കിപ്പോയി. ഭൂമിയുടെ ആ നോട്ടം കാർത്തി കണ്ടു. പക്ഷേ അതിൻ്റെ പിന്നിൽ അവൾ കണ്ടുവച്ചിരുന്ന അർത്ഥം എന്താണെന്ന് മാത്രം അവന് പിടികിട്ടിയില്ല. കാറിൻ്റെ മുൻസീറ്റിൽ ഭൂമിയെ കണ്ടതും അനു കാർത്തിയെ രൂക്ഷമായി നോക്കി. വെപ്രാളത്തിലിരുന്ന കാർത്തിക്ക് അനുപമയുടെ ആ നോട്ടം കണ്ടില്ലെന്ന് മാത്രമല്ല, ഭൂമി ആ നോട്ടം കൃത്യമായി കാണുകയും ചെയ്തു. അനുപമ ടീച്ചറിൻ്റെ കണ്ണിൽ തന്നോടെന്തോ പ്രത്യേക വൈരാഗ്യമുള്ളതുപോലെ ഭൂമിക്ക് തോന്നി. കുട്ടികൾ പറയുന്നതിലും കാര്യമുണ്ടെന്നും അവൾ അപ്പോഴും ഓർത്തു. അനുപമ ടീച്ചർ എന്നും കാർത്തിക് സാറിൻ്റെ കൂടെയാണോ കോളേജിലേക്ക് പോകുന്നത്? എത്ര വേണ്ടെന്ന് വെച്ചിട്ടും ഭൂമിക്ക് ആ ചോദ്യം ചോദിക്കാതിരിക്കാനായില്ല. ഭൂമിയുടെ ചോദ്യം ചെയ്യലിൽ അനുപമയ്ക്ക് ദേഷ്യം വന്നെങ്കിൽ പോലും അവൾ തൽക്കാലം സംയമനം പാലിച്ചു. കാരണം കാർത്തികിൻ്റെ മുമ്പിൽ വെച്ച് ഭൂമിയോട് ദേഷ്യപ്പെട്ടാലത് തൻ്റെ ഇമേജിനെ ബാധിക്കുമെന്ന് അനുപമ ഉള്ളിൽ കണക്ക് കൂട്ടി. ഏയ്, അങ്ങനൊന്നുമില്ല. വല്ലപ്പോഴും ഞാനിവിടെ ബസ് കിട്ടാതെ നിൽക്കുന്നത് സാറ് കാണുവാണെങ്കിൽ എന്നെയും കൂടെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യും. യാതൊരു തരത്തിലുള്ള ദേഷ്യവുമില്ലാതെ വളരെ സ്നേഹത്തോടെയും സൗമ്യതയോടെയും അനുപമ പറഞ്ഞു. കാർത്തിക്കിൻ്റെ കാറ് കോളേജ് പാർക്കിങ്ങിൻ്റെ ഏരിയയിലൂടെ പോയതും അവിടെ കൂടി നിന്ന ഓരോ മിഴികളും അവരിലായിരുന്നു. എന്നാൽ കാറിൽ നിന്ന് ഭൂമി അനുപമയെ ഒന്നിച്ചിറങ്ങിയതോടെ എല്ലാവരും ഓരോന്ന് പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. പലരുടെയും നോട്ടവും ചിരികളും തങ്ങളിലാണെന്ന് കാണുക അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചെടുക്കാൻ പോലും കഴിഞ്ഞില്ല അവൾക്ക്. ചുറ്റിനും അവൾ നോക്കി. എന്നിട്ട് അവൾ ചുറ്റിലും ആരെയും നോക്കാതെ നേരെ ക്ലാസ് റൂം ലക്ഷ്യമാക്കി നടന്നു. ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ ഭൂമിയുടെ ബെസ്റ്റ് ഫ്രണ്ടായ സുമയുണ്ട്. അവൾക്കടുത്തേക്ക് ചെന്ന് ഭൂമിയായിരുന്നു. ഭൂമിയുടെ മുഖം വല്ലാതിരിക്കുന്നത് കണ്ട് സുമയ്ക്ക് തോന്നിയിരുന്നു ആരേലും എന്തേലും പറഞ്ഞ് ഭൂമിയെ കളിയാക്കി കാണുമെന്ന്. സുമയ്യ അവളുടെ വലതുകലം പിടിച്ചു കൈത്തലം പിടിച്ചുകൊണ്ട് തൻ്റെ കൈകളിലേക്കാക്കി പതിയെ തട്ടിക്കൊടുത്തു. എന്നിട്ട് അവളെ ആശ്വസിപ്പിക്കും പോലെ നോക്കി. ചെറിയൊരു ചേർത്തുപിടിക്ക പോലും ഭൂമിക്ക് ആ സമയത്ത് വലിയൊരു ആശ്വാസമാണ് തോന്നിയത്. ആ വീട്ടിലുള്ളവരൊക്കെ എങ്ങനെയാ? നിന്നോട് പാവമാണോ എല്ലാവരും? ഭൂമി അല്പം നോക്കിയായതുപോലെ തോന്നിയപ്പോൾ സുമയെ ചോദിച്ചു. സാറിൻ്റെ അമ്മ മാത്രമേ ആ വീട്ടിലുള്ളൂ. പിന്നെ സാറും ജോലിക്ക് നിൽക്കുന്ന ഒരു ചേച്ചിയും. സാറിൻ്റെ അമ്മ നല്ല പാവമാണ്. അച്ഛൻ വിദേശത്താണ്. അച്ഛൻ എപ്പോഴും നാട്ടിലുണ്ടാവില്ല. അവർക്ക് വിദേശത്ത് കുറച്ച് ബിസിനസ് ഉണ്ടെന്ന്. അച്ഛനാണ് അതൊക്കെ നോക്കി നടത്തുന്നത്. അല്പം മടിച്ചാണെങ്കിലും ഒടുക്കം സുമയെ ചോദിച്ചു. കാർത്തിക് സാർ എങ്ങനെ? നിന്നോട് ദേഷ്യമാണോ സാറിന്? അതേ എന്ന അർത്ഥത്തിൽ ഭൂമി തലകുലുക്കി. അവൾക്ക് കണ്ണുകൾ നിറഞ്ഞു വരും പോലെ തോന്നി. തൊട്ടടുത്തൊക്കെ ഇരിക്കുന്ന കുട്ടികൾ ഇവർ തമ്മിൽ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ ചെവി വട്ടം പിടിക്കുന്നുണ്ട്. പക്ഷെ അത്രയും പതുക്കെയാണ് ഇരുവരും സംസാരിച്ചത്. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആദ്യത്തെ ബെല്ലടിച്ചു. ആദ്യത്തെ അവർ മാത്സ് ആണ്. കാർത്തിക് സാർ ക്ലാസ്സിലേക്ക് വരുന്നത് കാണുകെ ഭൂമിയുടെ നെഞ്ചിടിപ്പേറി. കാർത്തി ക്ലാസ്സിലേക്ക് വന്നതും എല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു. ഭൂമിയുടെയൊക്കെ ക്ലാസ്സാറാണ് കാർത്തി. അതുകൊണ്ട് തന്നെ കാർത്തി അറ്റൻഡൻസ് ബുക്ക് എടുത്ത് ഓരോരുത്തരുടെയും പേര് വിളിച്ചു. ഭൂമിയുടെ പേര് വിളിച്ചതും ക്ലാസ്സിൽ ഒന്നാകെ കൂട്ടിച്ചിരി മുഴങ്ങി. ഭൂമി പ്രസന്റ് സാർ എന്ന് പറഞ്ഞതോടെ ആ ചിരിയുടെ ശബ്ദം വീണ്ടും കൂടി. കാർത്തിക്കിൻ്റെ കൈപ്പത്തി ശക്തിയോടെ അവൻ ഇരുന്നിരുന്ന മേശയുടെ മേൽ പതിഞ്ഞതും വലിയൊരു ശബ്ദം കേട്ടതും ക്ലാസ് ഒന്നാകെ നിശ്ചലമായി. കാർത്തി എല്ലാവരെയും രൂക്ഷമായി നോക്കി. ഇവിടെ ഞാൻ വല്ല തമാശയും പറഞ്ഞോ? എല്ലാവരും കൂടി പൊട്ടിച്ചിരിക്കാനായിട്ട്? കാർത്തികിൻ്റെ ശബ്ദം പതിവിലുയർന്നതും കുട്ടികളെല്ലാവരും അല്പം പേടിച്ചുപോയി. മേലിൽ ഇനി ഇത് ആവർത്തിക്കരുത്. അതല്ല, വീണ്ടും ഇത് ആവർത്തിക്കാനാണ് ഭാവമെങ്കിൽ ഇപ്പോൾ ചിരിച്ച ഒറ്റ കുട്ടികളും ഇനി എൻ്റെ ക്ലാസ്സിലുണ്ടാവില്ല. അവസാനം താക്കിയതുപോലെ കാർത്തിയതും പറഞ്ഞു നിർത്തിയതും ക്ലാസ് ഒന്നാകെ സൈലൻ്റായി. മുട്ടുസൂചി തറയിൽ വീണാൽ കേൾക്കാവുന്നത്ര നിശബ്ദത. സെമസ്റ്റർ എക്സാം അടുത്തതിനാൽ പാതി സമയവും പഠിത്തവും ബാക്കി സമയവും റിവിഷനുമാണ്. കാർത്തി കുറച്ച് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും മറ്റേത് വിഷയം പഠിച്ചില്ലെങ്കിലും മാത്സ് പഠിക്കും. അത്രയ്ക്ക് പേടിയാണ് കാർത്തിയെ എല്ലാവർക്കും. സാധാരണ എല്ലാ സെമസ്റ്ററിലും ഒരു 80% മാർക്ക് വാങ്ങുന്ന എബോവ് ആവറേജ് സ്റ്റുഡൻ്റാണ് ഭൂമി. പക്ഷേ കണക്ക് ഇന്നും അവൾക്കൊരു ബാലികറമലയാണ്. മിക്ക ദിവസങ്ങളിലും ഭൂമിക്ക് കാർത്തിയുടെ കയ്യിൽ നിന്നും അടി കിട്ടാറുണ്ട്. പക്ഷേ ഇത്ര നാളും കിട്ടിയതുപോലല്ലല്ലോ ഇനിയും കാർത്തിയുടെ കയ്യിൽ നിന്ന് ഭൂമി അടി വാങ്ങിയാൽ ക്ലാസ്സിൽ നിന്ന് തനിക്ക് ലഭിക്കുന്ന കളിയാക്കലുകൾ ഓർത്ത് തല പെരുത്തവൾക്ക്. പകുതി ക്ലാസ് കഴിഞ്ഞ്
കാർത്തി റിവിഷൻ തുടങ്ങി. ചോദ്യം ചോദിച്ച് ഭൂമിയുടെ അടുത്ത് എത്താറായപ്പോൾ അടുത്ത അവറിനു വേണ്ടിയുള്ള ബെല്ലടിച്ചതും ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചവൾ കാർത്തി അത് കൃത്യമായി കാണുകയും ചെയ്തു. കാർത്തി തൻ്റെ ബുക്കും മറ്റ് അനുബന്ധ സാധനങ്ങളും എടുത്ത് ക്ലാസ്സിന് പുറത്തേക്ക് നടക്കുമ്പോഴാണ് അനുപമ അവിടേക്ക് വന്നത്. അവരിരുവരും ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ട് സ്റ്റാഫ് റൂമിലേക്ക് പോകുന്നത് കാണുക കാരണമറിയാതെ ഭൂമിയുടെ ചങ്കിടിപ്പുയർന്നു. യാന്ത്രികമായി ഭൂമിയുടെ കൈകൾ ചുരിദാറിനുള്ളിൽ കിടന്ന താലിയിലേക്ക് നീണ്ടു. തുടരും. കഥ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് തരണേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.